ഉത്സവാന്തരീക്ഷം തീർത്ത് CCTVയുടെ രജത ജൂബിലി ആഘോഷം. നൃത്ത സംഗീത ഹാസ്യവിരുന്നും കുടുംബ സംഗമവും കലാപരിപാടികളും വിവിധ പ്രകാശന ചടങ്ങുകളും വർണ്ണാഭമായി. പ്രാദേശിക കേബിൾ TV നെറ്റ്വർക്ക് രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റത്തിന്റെ പുതുഗാഥ രചിച്ച CCTVയുടെ സിൽവർ ജൂബിലി ആഘോഷം പ്രൗഢമായി. ചെമ്മണ്ണൂർ ഷെയ്ഖ് പാലസ് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 2:30 ആഘോഷ പരിപാടികൾക്ക് കുടുംബസംഗമത്തോടെ തുടക്കമായി. കേബിൾ TV ഓപ്പറേറ്റർമാർ, CCTV ജീവനക്കാർ തുടങ്ങിയവരും ഇവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത സംഗമം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. കോൺഗ്രസ് നേതാവും മുൻ തൃത്താല MLAയുമായ VT ബൽറാം, പാണ്ടിമേളത്തിൽ വിസ്മയം തീർക്കുന്ന വാദ്യരംഗത്തെ കുലപതി വെള്ളിത്തിരുത്തി ഉണ്ണിനായർ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് കേബിൾ TV ഓപ്പറേറ്റർമാരുടെയും CCTV ജീവനക്കാരുടെയും വൈവിധ്യമേറിയ കലാപരിപാടികൾ അരങ്ങ് തകർത്തു. മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചാൻ വില്ലേ വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. സംഘാടക സമിതി ചെയർമാൻ KC ജോൺസൺ സ്വാഗതവും CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ചേർന്ന സിൽവർ ജൂബിലി പൊതുസമ്മേളനത്തിൽ വിവിധ കർമ്മമേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചേർന്ന് രജത ജൂബിലിയുടെ സൂചകമായി 25 ചിരാതുകളിൽ തിരിതെളിയിച്ചു. ന്യൂസ് മലയാളം 24/7 മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ് പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഇതിൽ തന്നെ മലയാളം ചാനലുകൾ ഉണ്ടായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് കേബിളെല്ലാം വലിച്ച് വീടുകളിൽ എത്തിച്ച് തുടങ്ങിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. പിന്നീട് ഓപ്പറേറ്റർമാരെ മൊത്തത്തിൽ ഓരോ പ്രദേശത്തെയും ഓപ്പറേറ്റർമാരെ കൂട്ടായ്മയുണ്ടാക്കി അതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ കൂട്ടായ്മകളിൽ ഒന്നാണ് CCTV. ഇപ്പോൾ 25 വർഷം പിന്നിടുകയാണ്. ചിതറിക്കിടന്നിരുന്ന കേബിൾ ഓപ്പറേറ്റർമാരെ പ്രാദേശിക ചാനലുകൾക്ക് രൂപം കൊടുത്തു. ഘട്ടം ഘട്ടമായി ചാനലുകളുടെ എണ്ണം കൂട്ടി. ഇന്ന് 500-ഓളം ചാനലുകളുണ്ട്. ഏതാണ്ട് 50ഓളം മലയാളം ചാനലുകൾ തന്നെയുണ്ട്. 10-15ഓളം സ്പോർട്സ് ചാനലുകൾ, വിവിധ കാറ്റഗറിയിലുള്ള ചാനലുകൾ. അതെല്ലാം ജനങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള സർവീസ് കൊടുത്തു. ഇവിടെ സൂചിപ്പിച്ചു, ഈ ഇൻഡസ്ട്രിയിലേക്ക് കയറി വന്നത് വലിയ വലിയ കോർപ്പറേറ്റുകളാണ്. അതിലൊന്ന് കേരളത്തിലേക്ക് മലയാളികളുടേത് എന്ന് തുടക്കം എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ഏഷ്യാനെറ്റ്. CCTV കൂട്ടായ്മയുടെയും ഇച്ഛാശക്തിയുടെയും വിജയകരമായ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേബിൾ TVയുമായി ബന്ധപ്പെട്ട വിവിധ സംരംഭ കൂട്ടായ്മകളുടെയും സംഘടനയുടെയും ചാലകശക്തിയായി മാറുവാൻ കഴിഞ്ഞ സംഘമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേറ്റർമാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് വിജയിപ്പിക്കാൻ കഴിയുമെന്നതിന് തുടക്കം കുറിച്ചത്. പിന്നീട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ രൂപം കൊണ്ടു. പിന്നീട് അത് ജില്ലാതല രൂപം കൊണ്ടു. നമുക്കറിയാം, ഇവിടെ ജോൺസേട്ടനെ പോലുള്ള ആളുകൾ CCTVക്ക് മാത്രമല്ല രൂപം കൊടുത്തത്. തൃശ്ശൂർ ജില്ലയിലെ TCV, തൃശ്ശൂർ ജില്ലയിലെ TCV, ഇപ്പോൾ അത് കേരള വിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടും, അതിന് രൂപം കൊടുത്തു. പിന്നീട് സംസ്ഥാനത്തൊട്ടുക്ക് കേരള വിഷൻ എന്ന മഹത്തായ ശൃംഖലയ്ക്ക് രൂപം കൊടുത്തു. അങ്ങനെ കേരളം ഒട്ടുക്കും കേബിൾ TV രംഗത്ത് കൊടുത്തു. കുന്നംകുളം നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് അധ്യക്ഷനായി. സിൽവർ ജൂബിലിയുടെ ഭാഗമായ സുവനീർ, തീം സോങ്, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദൃശ്യാവിഷ്കാരം എന്നിവയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. നമ്മുടെ ലഹരി അരുതേ അരുതേ ലഹരി തരുതേ ജീവിതമാട്ടേ നമ്മുടെ ലഹരി
വേണം വേണം ജീവിതലഹരി, വേണ്ടേ വേണ്ട മാലകലഹരി, വേണം ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 10 ടീമിന്റെ സംഗീത വിരുന്ന്, ഐശ്വര്യലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച നൃത്തവിസ്മയം, ഹാസ്യതാരങ്ങളുടെ പ്രകടനങ്ങൾ എന്നിവയാൽ കലാവിരുന്ന് അവിസ്മരണീയമായി. ചടങ്ങിനെ സംഘാടക സമിതി ചെയർമാൻ KT സഹദേവൻ സ്വാഗതവും വൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TV ജോൺസൺ നന്ദിയും പറഞ്ഞു.